നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. കൈക്ക് പരിക്കേറ്റെത്തിയ കുട്ടിയെ കൃത്യമായി പരിശോധിക്കാത്തതിനാൽ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സ്ഥിതിയായെന്നാണ് കുടുംബം പറയുന്നത്. മതിയായ ചികിത്സ നൽകാതെ പ്ലാസ്റ്റർ ഇട്ട് വിട്ടെന്നാണ് ഉയരുന്ന ആരോപണം. കുട്ടിയെ വിശദമായ പരിശോധനയ്ക്ക് വിധേയനാക്കാതെയാണ് ചികിത്സ നൽകിയതെന്ന് കുടുംബം പറയുന്നുണ്ട്. ഓമല്ലൂർ സ്വദേശികളായ ദമ്പതികളുടെ 7 വയസ്സുള്ള മകന്റെ ചികിത്സയിലാണ് ഗുരുതരമായ വീഴ്ചയുണ്ടായത്. കുട്ടിയുടെ കൈയിലെ ചതവ് ചികിത്സിക്കാതെ പ്ലാസ്റ്റർ ഇടുകയായിരുന്നു. തുടർന്ന് കുട്ടിയുടെ കൈ പഴുത്ത് വ്രണമാവുകയും കഠിനമായ വേദന മൂലം ആശുപത്രിയിലെത്തിയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചെന്നും പിതാവ് മനോജ് പറഞ്ഞു. 2 ആഴ്ച മുൻപാണ് ഇവരുടെ മകൻ മനു സൈക്കിളിൽ നിന്ന് വീണ് കൈപ്പത്തിക്ക് പരിക്കേൽക്കുന്നത്. കഠിനമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് കൈക്ക് പ്ലാസ്റ്റർ ഇടുകയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയതിന് പിന്നാലെ അസഹ്യമായ വേദനയും കയ്യിൽ നിന്ന് പഴുപ്പ് വരികയും ചെയ്തു. വീണ്ടും ഇതേ ഡോക്ടറെ തന്നെ വന്ന് കാണിച്ചപ്പോഴും അസ്ഥിക്ക് പൊട്ടലുണ്ടായതിനാൽ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞ് വീണ്ടും മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ രക്തവും പഴുപ്പും പുറത്തു വന്നപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചത്. ഇതിന് പിന്നാലെ കുട്ടിയുടെ പിതാവ് മറ്റൊരു ഡോക്ടറോട് ഇക്കാര്യം സംസാരിച്ചപ്പോഴാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. കുട്ടിയുടെ കൈക്ക് ഗുരുതരമായ ചതവുണ്ടായിരുന്നുവെന്നും ഇത് പരിഗണിക്കാതെ പ്ലാസ്റ്റർ ഇട്ടതുകൊണ്ടാണ് പഴുപ്പുണ്ടായതെന്നുമാണ് ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിക്കുന്നത്. തുടർന്ന് കുട്ടിയുടെ കൈക്ക് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. കുട്ടിയുടെ നില ഭേദപ്പെട്ടു വരികയാണെന്ന് തിരുവല്ലയിലെ ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ ആശുപത്രിക്കെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്.